ഞാനില്ല അമ്മേനെയും കൂട്ടിയിട്ടൊന്ന് ആശുപത്രി വരെ വന്നത്. അപ്പോൾ ഏത് ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പത്തെ അനാമയാണ്. ഇപ്പോൾ അത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലായി. എമർജൻസി ഒന്നും കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഒരു കാര്യപ്പെട്ട ഒരു രോഗവുമില്ല. അപ്പോൾ അമ്മക്കൊന്ന് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സ്കിന്നിൻ്റെ ഡോക്ടറെ അടുത്തേക്ക് പോവാം. അങ്ങനെ ചീട്ടെടുക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്ക് നമ്മളെ ഡോക്ടർ വന്നു. അങ്ങനെ ഡോക്ടർ റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഒരു നമസ്കാരമെല്ലാം കിട്ടിയിട്ട് എന്തായാലും. അപ്പോൾ ഇതുണ്ട് അമ്മേൻ്റെ മുഖത്തൊരു കറുത്ത കുത്തുപോലെ ഉണ്ടായത്. ഇതിങ്ങനെ ഇപ്പോൾ വളർന്നുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ കാണുമ്പോഴും എന്തോ ഒരു പോലെ. അങ്ങനെ അതൊന്ന് എന്നാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിനി. അപ്പോൾ ഡോക്ടർ ഇതിനെപ്പറ്റി നമുക്ക് വിസ്തരിച്ചൊരു ക്ലാസ് എടുത്തു കേട്ടോ. ഹലോ നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷക്കീൽ. ഞാൻ BMHലെ പയ്യന്നൂരിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്. അപ്പോൾ ഇന്ന് വന്ന നമ്മളുടെ മാഡം അമ്മക്ക് ഇവിടെ ഒരു സെബോറിക് കെരാറ്റോസിസ് പറഞ്ഞൊരു അസുഖമുണ്ട്. ഇത് ആക്ച്വലി ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ഫേസിലും സൺ എക്സ്പോസ്ഡ് ഏരിയയിൽ വരുന്ന ഒരു ഉണ്ണി പോലത്തെ സംഭവം. പക്ഷെ ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു റിമൂവ് ഇറ്റ്. അത് ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടി ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു റിമൂവ്. 2 റീസൺസ്: ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻസിന് രക്ഷപ്പെടാം. സെക്കൻഡ് തിങ് കോസ്മെറ്റിക്കലി യു ലുക്ക് മച്ച് ബെറ്റർ. സോ പ്രൊസീജിയർ ഇസ് വെരി സിമ്പിൾ. 30 മിനിറ്റ്സ് നമ്മൾ തെറിപ്പിക്കുന്ന ഒരു ഓയിൻമെൻറ്റ് ഇടും. Within 3 minutes we'll do the procedure and she can go back and ഒരു 3-4 ആഴ്ച ആകുമ്പോൾ സ്കിൻ വിൽ ബി കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ആൻഡ് ഇങ്ങനത്തെ ഉണ്ടായ സാധനത്തിൻ്റെ അടയാളം ഉണ്ടാവില്ല. സോ ഇഫ് യു വാണ്ട് തിങ്സ് ലൈക്ക് ദിസ് ആൻഡ് ഇൻഫോർമേഷൻ ലൈക്ക് ദിസ് ഓൾവേസ് കം ടു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പയ്യന്നൂർ. അപ്പോൾ ആ മുഖത്തിൻ്റെ സാധനം ഇപ്പം തന്നെ നമുക്ക് എടുത്തു കളയാമെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അത് എടുത്തു കളയാനുള്ള തീരുമാനമായി. പിന്നെ ഇല്ല അമ്മേരെ പ്രശ്നം എന്ന് വിചാരിച്ചാൽ നമുക്ക് തലക്ക് ഇങ്ങനെ ഒരുതരം കുരു പോലെ വരുന്നു. കുരുവുണ്ട്, അത് ചൊറിയും ചെയ്യുന്നു, വേദനയുണ്ട്. നമുക്ക് കുരു ഇങ്ങനെ കാണൂല കേട്ടോ, കണ്ണുകൊണ്ട് കാണൂല. നമുക്ക് കൈ കൊണ്ട് തടി നോക്കണം, എന്നാലേ ഇങ്ങനെ കുരു ഇല്ലതുപോലെ തോന്നൂലൂ. താരനെ കൊണ്ടുണ്ടാവുന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ താരനും അതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താക്കി വെച്ചാൽ അമ്മേരെ കറുത്ത ഇതില്ലേ, എത്ര പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ പേര് കിട്ടുന്നില്ല. അതിനില്ലേ ആ സാധനത്തിന് നല്ലോണം ഒരു ഓയിൽമെൻറ്റ് വെച്ചിട്ട് ഒന്ന് പറ്റിച്ചു വെച്ചു. അപ്പോൾ അരമണിക്കൂർ ഇരുന്നിട്ട് അത് എടുക്കാനെന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് സമയം എടുത്തിട്ടാട്ടോ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പാലുണ്ണിയോ അരിമ്പാറയോ എന്തെങ്കിലും ദേഹത്ത് അങ്ങനെ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു സ്കിന്നിലുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിപ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഡോക്ടർ പറയുന്നത്. ഒട്ടും സമയവും വേണ്ട, ഒട്ടും പ്രയാസവുമില്ല. കണ്ടില്ലേ ഇപ്പം അമ്മേരായത് റിമൂവ് ചെയ്തിട്ട് ഒന്നും ബ്ലീഡിങ്ങോ അങ്ങനത്തെ ഒന്നുമില്ല. ചെറിയൊരു തൊലി ഒരഞ്ഞ പോലത്തെ ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ അമ്മേരെ പരിപാടി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഈ വെയിൽ കൊണ്ടാൽ ഭയങ്കര ചൊറിയലാണ് വെയിൽ കൊണ്ട സ്ഥലത്ത്. അപ്പോൾ ഡോക്ടർ അതിനൊരു ലോഷനും ഒരു ക്രീമും തന്നു. അപ്പോൾ അത് പരട്ടിയാൽ എന്തായാലും നല്ല കുറവുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓയിൽമെൻറ്റും ലോഷനും എല്ലാം വാങ്ങി ഞങ്ങൾ ഡോക്ടറെ എടുക്കുന്ന ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് പരിചയപ്പെട്ട നമ്മളെ സ്കിന്നിൻ്റെ ഡോക്ടർ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ?